ഇതാ എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള വളരെ വിഷമമേറിയ ഒരു കാര്യം കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒരു പശുവാണ്. 9 മാസം ഫുൾ ചനയ ആള്. നമ്മൾ ഓർത്ത് ഇത് പ്രസവത്തിനുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും പിന്നെ വയ്യമ്പാടായപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇത് പ്രസവത്തിനുള്ള കാര്യങ്ങളൊന്നും അല്ല കാണിക്കുന്നത്, ദഹനക്കേടാന്ന് കരുതി ദഹനക്കേടിനുള്ള മരുന്നും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് എന്നിട്ട് നമുക്ക് ധൈര്യമില്ല. എന്നിട്ട് നമ്മൾ ഡോക്ടറെ വിളിച്ച് രാത്രി തന്നെ ഡോക്ടർ വന്ന് മെഡിസിനൊക്കെ അവരും കൊടുത്തിട്ട് പോയി കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പം പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് പുള്ളിക്കാരത്തി വീണ് പോയി. ഒരു രക്ഷയില്ല, എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ ഇവളെ ഇനി വെളിയിലിറക്കണം. വെളിയിലിറക്കിയിട്ട് പടങ്ങ് കെട്ടി പടങ്ങെ നിർത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം. അതുകൊണ്ട് ഇവരിത് കണ്ടോ വലിച്ചിറക്കുക. നമുക്കിങ്ങനെ ഇട്ട് വലിക്കുന്നതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വിഷമം തോന്നും. കാരണം എന്നാ വെച്ചാൽ ഫുൾ ചനയല്ലേ, 9 മാസം ഫുൾ ചനയോടെ നിൽക്കുന്ന ഒരു പശുവിനെ ഇങ്ങനെ ഇട്ട് വലിക്കുന്നതൊക്കെ കണ്ടിരിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. കാരണം എനിക്കത് പറ്റുന്നില്ല. ഉള്ള കാര്യം പറയുന്നതിന് ഇങ്ങനെ വലിച്ചിറക്കി എന്തായാലും വെളിയിൽ കിടത്തി കഴിഞ്ഞിട്ട് അവർക്ക് തുള്ളി വെള്ളമൊക്കെ കൊടുത്ത് നോക്കി കേട്ടോ. വെള്ളമൊക്കെ കൊടുത്തപ്പോൾ ആ വെള്ളം എന്തായാലും രാവിലെ ഇന്നലെ തൊട്ടൊന്നും കഴിക്കാതെ നാളെ ആ വലിച്ചതിന്റെ പരവേശത്തിനൊക്കെ ആയിരിക്കണം. ഒന്ന് ആലോചിക്ക് എത്രമാത്രം പരവേശവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ആ വെള്ളം പുള്ളിക്കാരത്തി കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പടങ്ങ് മെഷീൻകാര് വന്നു. പടങ്ങ് മെഷീൻകാർ വരുന്നുണ്ട്. അവരെ പുറത്തുനിന്ന് വിളിച്ച് ഈ മിൽമ വഴിയുള്ള മെഷീനെ, തടിയിലുള്ള മെഷീനെ കെട്ടി നിർത്തി കഴിഞ്ഞാലുണ്ടല്ലോ ചിലപ്പോൾ അത് പൊട്ടിച്ചോണ്ട് താഴെ പോകുമെന്ന് കരുതി എല്ലാവരും കൂടി പടങ്ങ് മെഷീൻകാരെ വിളിച്ച് അവര് വന്നിട്ടുണ്ട് ഇങ്ങനെ പടങ്ങിട്ട് ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട്. അവര് വന്നിട്ടാണെങ്കിൽ പോലും ഉണ്ടല്ലോ 4 തവണ ശ്രമിച്ചതിന് ശേഷം ആ പടങ്ങയിലൊന്ന് അവളെ നിർത്താൻ പറ്റിയത്. ആ പടങ്ങയിലൊന്ന് നിർത്താൻ വേണ്ടി 4 തവണ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ശ്രമിച്ചാണ് ആ 4 തവണക്ക്. കാരണം ഇവക്ക് നല്ല വെയിറ്റ്, ബോഡി വെയിറ്റ് ഉണ്ട്, പിന്നെ കുഞ്ഞിന്റെ വെയിറ്റ് ഉണ്ട്. പുള്ളിക്കാരത്തി ഒട്ടും ഇതല്ല. അതുകൊണ്ട് നമുക്ക് കയറ്റി നിർത്താന് പറ്റുന്നില്ലായിരുന്നു കേട്ടോ. എന്റെ അച്ഛനൊക്കെ കൂടി ആഞ്ഞി പിടിക്കും. അവിടെ നിൽക്കുന്ന ചേട്ടന്മാരെല്ലാം, ഞങ്ങളുടെ നാട്ടിലുള്ള ചേട്ടന്മാരെ ഇവരെല്ലാം കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു ഭരണവ്യവസ്ഥ കണ്ടിട്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കാൻ എത്തിയേക്കുന്ന കേട്ടോ. അവരെല്ലാരും കൂടി അങ്ങനെ അവളെ പടങ്ങയിൽ കയറ്റി ഒരു പരുവത്തെ നിർത്തും കേട്ടോ. ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചല്ല. കാരണം ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം ഇനി ആർക്കും ഒരു കർഷകർക്കും പറ്റരുത്. കാരണം ഞാൻ ആടിന്റെയും പശുവിന്റെയും ഒക്കെ വീഡിയോ ഇടുമ്പോൾ ഒത്തിരിയും പേര് കാണുന്ന എല്ലാവർക്കും പ്രയോജനം ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും ഇട്ട് അച്ഛനും അമ്മയും അത്ര ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നതിന്. ഈ വീഡിയോ തന്നെ ഞാൻ എടുത്തല്ല, എൻ്റെ കൂട്ടുകാരെടുത്തിട്ട് എനിക്ക് ഷെയർ ചെയ്ത് തന്നതാ കേട്ടോ. അപ്പൊ എന്നെ കാണുന്ന ആർക്കും ഇനി ഇങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് പോരാഴികളൊക്കെ കാണും. കാരണം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോവാ. എന്താ പറയുന്നത്, റെക്കോർഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഇവളുടെ അവസ്ഥയും കാര്യങ്ങളും ഒന്നും എനിക്ക് അങ്ങോട്ട് വിശദമായിട്ട്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു കിടാവ കേട്ടോ. അമ്മ എന്തുകൊണ്ട് സ്പെഷ്യലായിട്ട് മരുന്ന് കുത്തിവെച്ച് 1000 രൂപ എക്സ്ട്രാ കൊടുത്ത് കുത്തി വെപ്പിച്ച് ഉണ്ടായ കിടാവാണ്. ആ കിടാവിന് ആദ്യത്തെ തവണയും കണ്ട് ഫസ്റ്റ് കടിഞ്ഞൂല് പ്രസവത്തിന് 13 ലിറ്റർ പാല് കിട്ടിയായിരുന്നു. രണ്ടാമതിന് ചനയൊന്നും പിടിക്കാതെ ഇങ്ങനെ വിഷമിച്ച് നിന്നപ്പോ അമ്മയുണ്ടല്ലോ വഴിപാടൊക്കെ പറഞ്ഞു. സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ എൻ്റെ അമ്മ കേട്ടോ. അപ്പം പിന്നെ തീർച്ചയായിട്ടും നമ്മൾ വഴിപാടും കാര്യങ്ങളും ഒക്കെ പറയത്തില്ലേ, അങ്ങനെയൊക്കെ വഴിപാടും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ ഇവൾക്ക് ചന പിടിച്ച് കിട്ടി. എങ്ങാണ്ട് 7 or 8 തവണ കുത്തിവെച്ചതിന് ശേഷമാണ് ഇവൾക്ക് രണ്ടാമത് ചന പിടിച്ച് കിട്ടുന്നത്. രണ്ടാമത് ചന പിടിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി, 9 മാസം വരെ കൊണ്ട് നടന്നിട്ട് അമ്മ എത്ര പ്രതീക്ഷയോടെ കൊണ്ട് നടന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ അമ്മ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു വിഷമം അല്ലെ കർഷകർക്ക് അറിയാം കേട്ടോ. സാധാരണ ഒരാൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ട് അവർക്കൊന്നും തോന്നത്തില്ല. ഇതുങ്ങളെയൊക്കെ വളർത്തുകയും ഇതുങ്ങളെയൊക്കെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം ഇതിന്റെ അവസ്ഥ എന്താണ്, ആ അമ്മയുടെ നൊമ്പരം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അവളെ പടങ്ങേന്ന് വീണ്ടും ഇറക്കി. അത് പറ്റുന്നില്ല, അവളതെ ഒക്കത്തില്ല, കയറ്റിയിടാൻ പറ്റുന്നില്ല. എന്തായാലും ഇറക്കിയും കയറ്റിയും ഒക്കെ ഒരു പരുവത്തെ പുള്ളിക്കാരത്തെ നമ്മള് പടങ്ങെ കയറ്റി നിർത്തും കേട്ടോ. കണ്ടോ പുള്ളിക്കാരത്തി ഇപ്പോഴൊക്കെ ആക്റ്റീവാണ്. അവരിട്ട് പിടിക്കുന്നുണ്ടെങ്കിലും കണ്ടോ തലയൊക്കെ എടുത്ത് നല്ലതായിട്ട് നിൽക്കുക, ആക്റ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും പടങ്ങെ കയറ്റി ഞങ്ങൾ ഒരു പരുവത്തെ നിർത്തും കേട്ടോ. പക്ഷെ നിർത്തി കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്താ സംഭവിക്കുന്നത് അറിയോ, രാത്രി ആയപ്പോഴത്തേന് ഇവള് നിന്നങ്ങ് ആടിക്കഴിഞ്ഞപ്പോ പടങ്ങ് പിന്നെയും ബാക്ക് വശം പറഞ്ഞു പോയി. എന്തായാലും നിർത്തിയേക്കുന്ന കണ്ടോ, നിർത്തിയേക്കുന്ന ആടി അവള് പറഞ്ഞു. പിന്നെ അച്ചാച്ചനും അമ്മയും എന്തൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് അതെല്ലാം വീണ്ടും ഇട്ട് പടങ്ങി നിർത്തിയപ്പോ ഡോക്ടർമാർക്കെല്ലാം ഞങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷ തന്നു. അവര്
അവൾക്കൊന്നും സംഭവിക്കത്തില്ല. കാരണം അവളുടെ നടുവിനോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു കുഴപ്പമില്ല. അവള് നല്ല ആക്റ്റീവാ, പടങ്ങി നിൽക്കുന്ന കണ്ടില്ലേ. അവൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ തീറ്റയൊക്കെ എന്തെങ്കിലും ഡെസ്കോ വല്ല ഇട്ട് തീറ്റയൊക്കെ കൊടുക്കും. 4 കാലും കുത്തിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. കൈയും കാലും ഒക്കെ കുത്തി, ഒരു കുഴപ്പമില്ല. അവൾ നിൽക്കും, അവൾ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വേറൊരു ഡോക്ടറെ കൂടെ വിളിച്ച് കാണിച്ചു കേട്ടോ. വിളിച്ച് കാണിച്ച് പുള്ളിക്കാരൻ വന്ന് ബ്ലഡും കാര്യങ്ങളും എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് പുള്ളിക്കാരത്തിയുടെ ഉള്ളിൽ വിഷം പോയിട്ടുണ്ടെന്ന്. അവള് ഞങ്ങളെ വിട്ടുപോയി കേട്ടോ. വിഷമുള്ളായിരുന്നു കഴിച്ചിരുന്നത്. ആ വിഷമുള്ള കഴിച്ചതിന്റെ പേരിലാണ് ഇങ്ങനെ സംഭവിച്ചത്. വിഷമുള്ള കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും രക്ഷപ്പെടത്തില്ല കേട്ടോ. എന്നാൽ പോലും ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു, രക്ഷപ്പെടും എന്ന് കരുതി. അപ്പം നമ്മൾ കൊണ്ട് കർഷകരൊക്കെ കൊണ്ട് അയ്യത്തൊക്കെ കിട്ടുമ്പോൾ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ കെട്ടണം. ഞങ്ങൾ ഇവിടെ കെട്ടിയൊന്നും ഇടുന്നതല്ല, അഴിച്ചുവിട്ട് തീറ്റുന്നവര്. അഴിച്ചുവിട്ട് പോയ വഴിക്ക് എവിടുന്നെയോ വിഷമുള്ള 2 ദിവസമായി ഉള്ളിൽ പോയിട്ട് അത് ഹാർട്ടിലും കിഡ്നിയിലും ഒക്കെ ബാധിച്ചു. എന്തായാലും അവള് നമ്മളെ ആ ഫുൾ ചനയോടെ നിറവയറോടെ അമ്മയും കുഞ്ഞും കൂടെ ഞങ്ങളെ ഇട്ടേച്ച് പോയി കേട്ടോ. നമുക്കിത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തേക്കാ കേട്ടോ എന്തിരിക്കുന്നത്. ഞാനിങ്ങനെ പറയുമ്പോ എന്നെ ആരും കളിയാക്കൊന്നും ചെയ്യരുത്, എനിക്ക് അതുപോലെ വിഷമമുണ്ട് കേട്ടോ. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അവൾക്ക് എൻ്റെ നമ്മള് കാതയിലെ കമ്മലും കാര്യങ്ങളും ഒക്കെ അറുത്തെടുക്കുകയാണ്. എടുത്ത് നമുക്ക് ഇതുകൊണ്ടൊരു കാര്യം ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ഇൻഷുറൻസ് ഒന്നും ഇല്ല, അങ്ങനെ അതിനൊന്നും അല്ല. നമ്മളിത് അറുത്തെടുത്ത് മാറ്റി വെക്കുവാണ്, ഇതൊന്നും വേണ്ട എന്ന് കരുതിയിട്ട്. അത് എന്തെങ്കിലും ഇവർക്ക് ഏതാണ്ട് ചിപ്പോ കാര്യങ്ങളോ ഒക്കെ ഇതിലുണ്ട്, അതിൻ്റെ ഏതാണ്ടൊക്കെ ഇതിന് വേണ്ടിയിട്ട് അറുത്ത് മാറ്റി വെച്ചതാണ്. അവളെ കാലൊക്കെ കെട്ടി JCB വന്നിട്ടുണ്ട്, JCB കുഴിയൊക്കെ എടുത്തു. അവളെ കൊണ്ട് എന്താ പറഞ്ഞേ, അടക്കാൻ പോവാ ഞങ്ങള്. അപ്പൊ അമ്മയും കുഞ്ഞും നിറവയറോടെ പോയി കിട്ടി. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്നറിയാം, ഞാൻ ഇതിലൂടെ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്ട കണ്ടോ. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്, കർഷകരെ നിങ്ങൾ ഒരിക്കലും പശുക്കളെ അഴിച്ചു വിടുവാണെങ്കിലും എടുക്കുവാണെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചോണം. എന്തെങ്കിലും ഒരു ഇത് കണ്ടാൽ അന്നേരെ ഡോക്ടറെ വിളിച്ചോളുക. നമ്മുടെ ചാണകവും പിന്നെ ബ്ലഡും ഒക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും അസുഖലക്ഷണമൊക്കെ കാണിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞങ്ങൾക്ക് പറ്റിപ്പോയത് ഞങ്ങൾ അത് ചെയ്യാഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റാതായി പോയത്, താമസിച്ചു പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്കുണ്ടായ ഒരു വേദനയും വിഷമവും നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഇത് ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞു തീർത്ത ഒരു വീഡിയോയാ കേട്ടോ. ഈ വീഡിയോയിൽ ഒരുപാട് പോരാഴികളും കുറവുകളും ഒക്കെ കാണും, അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് മാത്രം കരുതും.